പ്രണയം അത് എല്ലാവരിലുമുണ്ട്. അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് അറിയില്ല. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രണയനഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇത് തന്നെയാണ് കഥ ഇന്നുവരെ എന്ന ചിത്രത്തിന്റെ പ്രമേയവും. ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കഥാനായകന് 49 വയസ്സുവരെയും കല്യാണം കഴിക്കാതെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത കഥ ഇന്നുവരെ എന്ന ചിത്രം ഒരു റൊമാൻറ്റിക് എന്റർടൈനർ ചിത്രമാണ്. മലയാള സിനിമയിൽ ഒരുപാട് പ്രണയ ജോഡികളെ കണ്ടിട്ടുണ്ടെങ്കിലും പ്രണയത്തിന്റെ കൈത്തിറക്കങ്ങളെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ സിനിമയുടെ എഴുത്തുകാരൻ കൂടിയായ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഒരാളുടെ പ്രണയത്തെ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നതിൽ ചിത്രം വിജയിച്ചിട്ടുമുണ്ട്. 4 പ്രണയ ജോഡികളെയാണ് ഒരു നൂലിൽ കോർത്ത മുത്തുകളെ പോലെ യാതൊരുവിധ എഴുച്ചുകെട്ടലുകളും ഇല്ലാതെ അതിമനോഹരമായി സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ആണ് കഥ ഇന്നുവരെയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രണയവും പ്രണയനഷ്ടവും എല്ലാം കൊണ്ട് കണ്ണും മനവും നിറഞ്ഞ പ്രേക്ഷകർക്ക് വൻ ട്വിസ്റ്റാണ് ക്ലൈമാക്സ് സമ്മാനിച്ചത്. ഇത്തരമൊരു ക്ലൈമാക്സ് മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. തിയേറ്ററുകളിൽ പ്രേക്ഷകർ കാണിച്ച ആശ്ചര്യം തന്നെ അതിന് തെളിവാണ്. ബിജു മേനോൻ, നിഖില, അനുശ്രീ, അനു മോഹൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, മേതിൽ ദേവിക, അപ്പുണ്ണി ശശി തുടങ്ങിയവരാണ് കഥ ഇന്നുവരെയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബിജു മേനോനും നിഖിലയും അനുശ്രീയും രഞ്ജി പണിക്കരുമെല്ലാം അവരവരുടെ ഭാഗങ്ങൾ എപ്പോഴത്തെയും പോലെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രണയവിലാസം എന്ന ചിത്രത്തിന് ശേഷം കിട്ടിയ കാമുകൻ കഥാപാത്രം ഹക്കിങ് ഗംഭീരമാക്കി. ആദ്യമായി അഭിനയിക്കുകയാണെങ്കിലും തന്റെ ജാളിത്യങ്ങളും ഇല്ലാതെ ലക്ഷ്മിയെ മേതിൽ ദേവിക കയ്യിൽ ഭദ്രമാക്കി. ഒരിടവേളയ്ക്ക് ശേഷം മികച്ചൊരു വേഷത്തിലെത്തി വിഷ്ണു മോഹനും കയ്യടി അർഹിക്കുന്നു. മേപ്പടിയൻ എന്ന ചിത്രത്തിലൂടെ വൻ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനാണ് വിഷ്ണു മോഹൻ. ആദ്യ സിനിമയിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ജോണറിൽ പിടിച്ച ചിത്രമാണ് കഥ ഇന്നുവരെ. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.